ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനും മമ്മിയും കൂടെ ഇന്ന് പന്തള വരെ പോവാണ്. പ്രത്യേകിച്ചൊന്നുമില്ല ഈ ഒരു വ്ളോഗ്. ഞങ്ങൾ പന്തള വരെ പോകണം. ഇതാണ് എൻ്റെ ഇന്നത്തെ OOTD. ഞാനും മമ്മി സെയിം കളറല്ലേ. നമ്മൾ കഴിഞ്ഞ ദിവസം പള്ളിയിൽ പോയപ്പോഴും തന്നെ ഇട്ട് ഗൈസ് കഴുകിയതാണ് കേട്ടോ. വേറെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. എൻ്റെ ചെറുപ്പം തൊട്ട് ഞാൻ കാണുന്നൊരു ചേച്ചിയുണ്ട്, പേര് ഞാൻ പറയണില്ല. നല്ല സ്നേഹമുള്ള ചേച്ചിക്ക് ചെറിയൊരു ഓട്ടീസം പോലെ ഉണ്ട്. ചേച്ചി ഇപ്പോൾ കുറേ നാളെ കണ്ടിട്ട്. അപ്പോൾ ചേച്ചി ഇങ്ങനെ പറഞ്ഞു, എൻ്റെ കുഞ്ഞിനെ കണ്ടത് സന്തോഷമായല്ലോ. ചേച്ചിയുടെ പ്രൈവസി ഓർത്തിട്ട് ഞാൻ വീഡിയോ എടുക്കാനില്ലേ. എനിക്ക് ഒരുപാട് സന്തോഷമായി ചേച്ചി കണ്ടപ്പോൾ. എനിക്ക് ചെറിയ ജലദോഷമുണ്ട്. ഇവിടെ ഇപ്പം ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞ് നല്ല മഴയൊക്കെയാണ്. ഇനി അതിൻ്റെ ആണെന്ന് അറിയത്തില്ല, ക്ലൈമറ്റിൻ്റെ ആയിരിക്കും, എനിക്ക് അറിഞ്ഞൂടാ. ചെറിയ ജലദോഷമുണ്ട്. ഒന്നാമത് എൻ്റെ സൗണ്ട് ഒരുമാതിരി അടഞ്ഞതാണ്. ജലദോഷം കൂടെ വന്നപ്പം പറയും കൂടെ വേണ്ട. നമ്മളിവിടെ കുറച്ചൊക്കെ നിൽക്കുവാണ്. ഭയങ്കര ചൂട്. എൻ്റെ വീട്ടിൽ നിന്ന് ജംഗ്ഷൻ വരെ 2 കിലോമീറ്റർ കാണും. 2.5 കിലോമീറ്റർ ഉണ്ട്. ഞങ്ങൾ ഈ 2.5 കിലോമീറ്റർ നടന്നാണ് കൈപ്പട്ടൂർ ജംഗ്ഷൻ വരെ പോണേ. ഞാൻ സാധനം കാണിച്ചു തരാവേ. ആംബുലൻസ് വർക്ക് ചെയ്ത സ്ഥലത്തെ ആംബുലൻസ് ആണ് പോയത്. അടുത്ത് വന്നപ്പോഴാണ് കണ്ടാണ്ടി നിൽക്കാത്തത് കാണാൻ പറ്റില്ല. ഞാൻ കാണിക്കാമെന്ന് വിചാരിച്ചത് അത് ആംബുലൻസ് അല്ലായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ ബോഗൈൻ വില്ലാസ് ഉണ്ട്. കുറേ വർഷങ്ങളായിട്ട് ഇവർ ഈ വീട്ടിൽ നട്ട് വളർത്തുന്ന സാധനം. ഇങ്ങനെയൊക്കെ വെക്കണം എന്നെൻ്റെ ആഗ്രഹം. പക്ഷേ ക്ഷമയില്ല. പെട്ടെന്ന് ഇങ്ങനെ ഞാൻ ഇത് കണ്ടിട്ട് ഒരു 3-4 വീക്ക് മുമ്പ് ഒരു 2-3 ബോഗൈൻ വില്ലയൊക്കെ വാങ്ങിച്ച് വെച്ചു. നമ്മുടെ പള്ളിയിൽ അച്ഛനല്ലേ പോയേ? നമ്മുടെ പള്ളിയിൽ അച്ഛനാ പോയേ. ആ, അച്ഛനെന്താ നോഹയില്ലാണ്ട്? അമ്മേ, ഞങ്ങൾ ജനിച്ച സമയത്ത് നട്ടിരുന്നെങ്കിൽ ഇപ്പം അതൊക്കെ പന്തലിച്ച് പോയത്. ഞാനും അമ്മയും സഹോയും ഭയങ്കര കട്ട ചെടിപ്രാന്തികളാണ്. മമ്മി ഓട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിൽ കുറേ ചെടിയൊക്കെ ഉണ്ട്. പക്ഷേ ഒന്നും ഒരു ഓർഗനൈസ്ഡ് അല്ല. അറിയാവുന്ന കുറേ പേര് പോകുന്നു, കുറേ അറിയാവുന്ന മുഖങ്ങൾ. നമ്മളിവിടെ ബസ് സ്റ്റാൻഡല്ല, ബസ് സ്റ്റോപ്പിൽ ഇതിന് പറയാനുള്ളൂ. നമ്മൾ പന്തളത്തിന് പോവാം. അവിടെ നടന്നിട്ട് ഒറ്റ കാര്യം. നമ്മൾ ഒരു സംഭവം എന്താ വെച്ചാൽ, ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പം 2 ബസ് പോയി. ഇവിടെ സ്റ്റോപ്പിൽ വന്നിരുന്നപ്പം നമ്മൾ പോകേണ്ടുന്ന ഓപ്പോസിറ്റ് സ്റ്റോപ്പിൽ ഇഷ്ടംപോലെ ബസ് പോകുന്നത്. നമ്മളിനി വേറൊരു ആവശ്യത്തിന് അവിടെ നിൽക്കുമ്പോൾ തിരിച്ച് ഓപ്പോസിറ്റ് ആയിരിക്കും ബസ് പോകുന്നത്. അതായത് ആവശ്യത്തിന് ഒറ്റ ബസ് കാണും. നിങ്ങൾക്ക് അങ്ങനത്തെ എൻ്റെ എക്സ്പീരിയൻസ്. പൈസ എല്ലാം സേഫായിട്ട് എടുക്കണം. നമ്മൾ കയറിയപ്പോൾ ഉണ്ടല്ലോ ടിക്കറ്റ് കൊടുക്കുന്നത് 100 രൂപ പറന്നു പോയി. പിന്നെ അവിടെ ഒരു പച്ച സാരി ഇട്ട് ആൻറ്റിയാണ് എടുത്തത്. എൻ്റെ മമ്മി താങ്ക്സ് ടു ദാറ്റ് ആൻറ്റി. ഹായ് ഗൈസ്, നമ്മൾ പരിപാടി കഴിഞ്ഞിട്ട് ഇറങ്ങുവാണ്. അത്യാവശ്യം ഒരു 2-3 മണിക്കൂർ നമ്മളിവിടെ ഇരുന്നു. ഇനിയിപ്പം വീട്ടിൽ പോകണം. വേറെന്താ, അത്രയൊക്കെ ഉള്ളൂ.
മിക്കവാറും ഞാൻ ഈ വ്ളോഗ് ഇപ്പം തന്നെ വൈൻഡപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ചായ ചൂടായതുകൊണ്ട് എൻ്റെ മമ്മി എനിക്ക് മമ്മിയുടെ കുറച്ച് ഗ്ലാസ് പോയി കഴുകി കൊണ്ടുവന്നിട്ട് എനിക്ക് തണുപ്പിച്ച് തരുവാണ്. മമ്മി ആദ്യം ഈ ഗ്ലാസ് എടുത്തിട്ട് കഴിയാൻ പറ്റും, ഞാൻ മമ്മി കൊണ്ടുപോകും അങ്ങനെ വെക്കും. എനിക്ക് മനസ്സിലായി എനിക്ക് തണുപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, എനിക്ക് ചൂട് പിടിക്കാൻ പറ്റില്ല. പാവമുണ്ട്, ഞാൻ ചിന്തിച്ച പോലുമില്ല. ഷീസ് ജം. അപ്പോൾ ഗൈസ് നമ്മൾ